ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വെറൈറ്റി ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഷെയ്ക്ക് ഒന്നുമല്ല, ഒരു വെറൈറ്റി ഡ്രിങ്ക്. അപ്പോൾ എന്താണ് ആ വെറൈറ്റി ഡ്രിങ്ക്? നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യണം, നമുക്ക് നേരെ അതിൻ്റെ മേക്കിങ്ങിലോട്ട് പോകാം. ഓക്കെ, കമൺ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ഡ്രിങ്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മെയിൻ ഐറ്റം ആണ് പോമോഗ്രാനൈറ്റിൻ്റെ സീഡ്സ്. അപ്പോൾ നമ്മളത് കളക്ട് ചെയ്ത് ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ നാരങ്ങേൻ്റെ സ്ലൈസ്. അപ്പോൾ ഇത് ഇനി സ്ലൈസ് ആക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മൗണ്ടൻ ഡ്യൂ എടുത്തിട്ടുണ്ട്. ആക്ച്വലി സ്പ്രൈറ്റ് ആണ് വേണ്ടത്. സ്പ്രൈറ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം മൗണ്ടൻ ഡ്യൂ ആണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ ഏത് ഡ്രിങ്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആ ചെറിയ എടുത്ത നാരങ്ങേനെ ഒന്നുകൂടി ചെറിയൊരു സ്ലൈസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത്രയും യൂസ് ചെയ്താൽ മതി. ആ വലിയൊരു നാരങ്ങേൻ്റെ ആവശ്യം വരുന്നില്ല. ഈ ഒരു സ്ലൈസ് മാത്രം മതി നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ. ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെമൺ ഈ ചെറിയൊരു സ്ലൈസ് കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബാക്കി എന്താ പ്രോസസ്സെന്ന് കാണാം. നമ്മൾ ഓൾറെഡി നമുക്ക് ഡ്രിങ്ക് സെർവ് ചെയ്യാൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ശേഷം തന്നെ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഐസ് ക്യൂബ്സ് ഓൾറെഡി ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ലെമൺ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഓൾറെഡി ഇപ്പോൾ മൗണ്ടൻ ഡ്യൂ കഴിഞ്ഞുണ്ട്. ജസ്റ്റ് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മൗണ്ടൻ ഡ്യൂ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ മൗണ്ടൻ ഡ്യൂ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് സീഡ്സ് നമ്മൾ അരിപ്പയിൽ എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് ആഡ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഡ്രിങ്ക് നമുക്കൊന്ന് കുടിച്ചു നോക്കാം. കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട് സാധനം. കുടിച്ചു നോക്കാം. അല്ല, സൂപ്പർ റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലെന്തായാലും ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഐസ് ലാവ ഡ്രിങ്ക്. അതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഇതൊരു വെറൈറ്റി ഡ്രിങ്ക് ആണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നവരാണ്. നമുക്ക് വേറെ ഒന്നും സാധനം ആഡ് ചെയ്യാനില്ല. ഞാൻ കാണിച്ച അത്രയും ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പോമോഗ്രാനൈറ്റിൻ്റെ സീഡ്സിൻ്റെ ജ്യൂസ്, പിന്നെ കുറച്ച് ഐസ്, പിന്നെ ഒരു ചെറിയ സ്ലൈസ് ലെമൺ, അത് ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക് ആഡ് ചെയ്യുക. സ്പ്രൈറ്റ് ആയിരിക്കും എനിക്ക് കൂടുതൽ കോമ്പിനേഷനിൽ ഏറ്റവും ബെസ്റ്റ് സ്പ്രൈറ്റ് തന്നെയാണ്. പക്ഷെ വേറെ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രിങ്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ ചെറിയൊരു ഫ്ലേവർ വരുന്നേ ഉള്ളൂ. പക്ഷെ ആ പോമോഗ്രാനൈറ്റ് സീഡ്സ് ആണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഐറ്റം. അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അടിപൊളി റിഫ്രഷിങ് ഡ്രിങ്ക് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഇത് നല്ല ഡ്രിങ്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പോമോഗ്രാനൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഫ്രൂട്ട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ റിഫ്രഷിങ് ഐഡിയാസും അടിപൊളി വ്ളോഗ്സും ആയിട്ട് നമുക്ക് എൻ്റെ വേറെ വ്ളോഗുകൾ കാണാം. പിന്നെ ഇതുവരെ എൻ്റെ വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എൻ്റെ പുതിയ വ്ളോഗ്സ് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് എൻ്റെ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.